ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർ ബഹൂട്ടി എന്ന് പറയുന്നൊരു കഥയാണ്. ഇത് എഴുതിയത് പ്രഫാദ് എന്ന് പറയുന്ന കഥാകൃത്താണ്. പ്രഫാദ് എന്ന് പറയുമ്പോൾ കവിയുമാണ് അദ്ദേഹം, കഥാകൃത്തുമാണ്. ആ പ്രഫാദിനെ കുറിച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ പുസ്തകം തുറന്നോളൂ, 14ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ കുറിച്ച് 2-3 सेंटेंस കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചേ. युवा कवि प्रफाद का जन्म राजस्थान के करौली में 1972 को हुआ. आप कवि होने के साथ साथ कहानीकार भी हैं. कासिम भाई पानी की गाड़ियों में जूझता रहा जाता रहा आदि आपकी प्रमुख रचनाएं हैं. എന്തൊക്കെയാ പറയുന്നത് പ്രഫാദിനെ കുറിച്ച് പറയുന്നത് ശ്രദ്ധിച്ചോളൂ. യുവ കവി പ്രഫാദ് का जन्म, യുവ കവിയായ പ്രഫാദിന്റെ ജനനം രാജസ്ഥാനിലെ കരോലി ജില്ലയിൽ, രാജസ്ഥാൻ സ്റ്റേറ്റിലെ കരോലി എന്ന് പറയുന്ന ജില്ലയില് 1972 को हुआ था. അതായത് 1972. 1972 എങ്ങനെയാ പറയുന്നത്? 1972 എന്നാണ്. ഇപ്പൊ 72ലാണ്. ആ കവി ഹോനേക്കെ സാത്ത് യുവകവിയായ പ്രഫാദ് ജനിച്ചത് രാജസ്ഥാനിലെ കരോലി ജില്ലയിലാണ്. 1972. ഇദ്ദേഹം ആരാണെന്നാണ് പറയുന്നത്? കവി ഹോനേക്കെ സാത്ത് അദ്ദേഹം ഒരു കവിയാണ്. അതിനോടൊപ്പം തന്നെ കവിയോടൊപ്പം തന്നെ കഹാനികാർ ഫിഹരി, കഥാകൃത്തും കൂടിയാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളുടെ പേരിവിടെ കൊടുത്തിട്ടുണ്ട്. കാസിം ഭായി പാനി കി ഗാഡിയോ മേം ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ രചനായില്ലേ. ഏതൊക്കെ കൃതികളുടെ പേരെന്തൊക്കെയാ? കാസിം ഭായി പാനി കി ഗാഡിയോ മേം ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ രചനായില്ലേ. ഇത്രയും 3 കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? യുവകവിയായ പ്രഫാദിന്റെ ജനനം രാജസ്ഥാൻ ജില്ലയിലെ കരോലി എന്ന് പറയുന്നത്, രാജസ്ഥാൻ സ്റ്റേറ്റിലെ കരോലി എന്ന് പറയുന്ന ജില്ലയില് 1972 को हुआ. 1972ലാണ്. ആ കവി ഹോനേക്കെ സാത്ത് അദ്ദേഹം ഒരു കവിയാണ്. അതിനോടൊപ്പം തന്നെ കഹാനികാർ ഫിഹി, കഥാകൃത്തും കൂടിയാണ്. കാസിം ഭായി പാനി കി ഗാഡിയോ മേ ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ രചനായി. അദ്ദേഹം എഴുതിയിട്ടുള്ള പ്രധാന കൃതികളുടെ പേര് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കാസിം ഭായി പാനി കി ഗാഡിയോ മേ ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ രചനായി. മനസ്സിലായിട്ടുണ്ടാവും നിങ്ങളെ? ഭംഗിയായിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വായിച്ചോളണേ. യുവ കവി പ്രഫാദ് കാ ജന്മ രാജസ്ഥാൻ के करौली जिले में 1972 को हुआ. आप कवि होने के साथ साथ कहानीकार भी है. കാസിം ഭായി പാനി കി ഗാഡിയോ മേ ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ രചനായി. ഇതിനകത്ത് പാടായിട്ടൊന്നുമില്ല. എന്തോ യുവകവിയായ പ്രഫാദ്, അതായത് ബീർ ബഹൂട്ടി എന്ന് പറയുന്ന കഥ എഴുതിയത് ആരാണെന്നാ? പ്രഫാദാണ്. പ്രഫാദിന്റെ ജനനം രാജസ്ഥാനിലെ കരോലി എന്ന് പറയുന്ന ജില്ലയിൽ 1972ലാണ്. ഇദ്ദേഹം ഒരു കവിയാണ്. അതിനോടൊപ്പം തന്നെ കഥാകൃത്തും കൂടിയാണ്. പിന്നെ പ്രധാനപ്പെട്ട 3 കൃതികളുടെ പേരും കൊടുത്തിട്ടുണ്ട്. കാസിം ഭായി പാനി കി ഗാഡിയോ മേ ജൂസ്താ രഹാ ജാതാ രഹാ ആദി ആപ്കി പ്രമുഖ, പ്രധാനപ്പെട്ട 3 കൃതികളുടെ പേര്. അപ്പൊ നമ്മൾ പാഠം തുടങ്ങുകയാണ്. പാഠത്തിന്റെ പേരെന്താണ്? ബീർ ബഹൂട്ടി. ബീർ ബഹൂട്ടി എന്താ അർത്ഥം എന്നറിയോ? അതായത് ഒരു ചെറിയ പ്രാണികളുടെ പേരാണ്. പ്രാണിക്ക് പറയുന്ന പേരാണ് ബീർ ബഹൂട്ടി എന്ന് പറയുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോളണ ടെക്സ്റ്റ് ഭംഗിയായിട്ട് നോക്കിയിരിക്കുക. बादल बहुत बरस लिए थे, फिर भी बस सारा पानी उनमें बचा हुआ था. वे खेतों के जंगलों के ऊपर छाए हुए थे. सारा आकाश मेघों से भरा था. मेघों की छायों में गीली हवाएं इधर उधर घूम रही थी. पेड़ों के तने फीफी गीले थे. मूंगफलियों के हरे खेतों में पीले फूल फीफी गीले थे. खेतों में छोटा छोटा बाजरा उगा था. बाजरे के लंबे पतले पातों में पानी की बूंदें अटकी हुई थी. बारिश की हवा में गीले खेतों में और बारिश की हरियाली की गंधें घुली हुई थी. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ബാദൽ ബഹത്ത് ബറസ്ലിയെ തി, അതായത് മഴ വളരെ കൂടുതൽ പെയ്തിരുന്നു. ബറസ്ലിയെ തി പാസ്റ്റ് ടെൻസ് ആണ്. അപ്പൊ എന്താണ്? പെയ്തിരുന്നു. ഫിർഫി എന്നിരുന്നിട്ടും ബസാര പനി ഉന്മേം ബച്ചാ ഹുവാത്ത, കുറച്ച് ജലം അതിൽ അവശേഷിച്ചിരുന്നു. ബച്ചാന എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവശേഷിക്കും. ഇപ്പൊ വേ ഖേത്തും, ആ ജലം എന്ന് പറയുന്നത് ഖേത്തും വയലുകളിലും ജംഗലോങ്ക ഊപ്പർ കാടുകളുടെ മുകളിലുമായിട്ട് ചായ ഹുയത്തെ വ്യാപിച്ചിരുന്നു. ചാന വ്യാപിക്കാറ്. सारा आकाश मेघों से भरा था.
ആകാശം മുഴുവനും മേഘാവൃതമായിരുന്നു, മേഘങ്ങൾ നിറഞ്ഞിരുന്നു. മേഘോങ്കി ഛായ ഉമേൻ, ആ മേഘത്തിൻ്റെ തണലില് ഗീലി ഹവായി, നനഞ്ഞ കാറ്റ്, തണുത്ത കാറ്റ്, ഇധർ ഉധർ ഘൂം രഹി ഥി, അവിടെയും ഇവിടെയൊക്കെ ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. ഘൂം രഹിന ചുറ്റി സഞ്ചരിക്കുക, കാറ്റ് ചുറ്റി സഞ്ചരിക്കുക എന്ന് വെച്ചാൽ എന്താ, കാറ്റ് വീശുക എന്നാണ്. പേടോങ്കെ തന്നെ ഫിഫി ഗീലേത്തി, അതുപോലെ തന്നെ ഈ മഴവെള്ളം വീണത് കാരണം വൃക്ഷങ്ങളുടെ തടികളൊക്കെ, തനെയെന്ന് വെച്ചാൽ എന്താണ്, തടിയാണ്, ആ തടികൾ അഫീഫി ഗീലേത്തി, എന്താ ഇപ്പോഴും നനഞ്ഞു, അതായത് അതിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചുകൊണ്ടേയിരുന്നു. മഴ പെയ്ത് മഴ തോർന്നു കഴിയുമ്പോൾ നമുക്കറിയാം എന്താ, മുകളിലുള്ള വെള്ളം താഴോട്ട് ഒലിച്ചിറങ്ങത്തില്ലേ, അങ്ങനെ തടിയൊക്കെ നനഞ്ഞ് വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടിരുന്നു. കേത്തോമേ ചോട്ട ചോട്ട ബജറ ഉഗാദ, പിന്നെ ആ പ്രദേശത്തുള്ള വയലില് എന്താണ്, ബജറ കൃഷി ചെയ്തിരുന്നു, അതിങ്ങനെ മുളച്ച് മുകളിലേക്ക് വന്നുകൊണ്ടിരുന്നു. ബജറയ്ക്ക് ലെമ്പേപ്പത്തിലെ പാത്തോമി, ആ ബജറ ചെടിയുടെ ലെമ്പേപ്പത്തിലെ പാത്തോമി, ലെമ്പെ നീളമുള്ളതും പത്തലെ സ്കെൽറ്റ് മെലിഞ്ഞതുമായ പാത്തോമി, എന്താ ഇലകളിൽ, പത്തല പാത്ത് ഒക്കെ ഇല എന്നാണ് അർത്ഥം കേട്ടോ. ആ ഇലകളില് പാനിക്ക് ബൂന്തെ മടക്കി വീഴ്ത്തി, വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ തൂങ്ങിക്കിടന്നു. ബാരിഷ്കി ഹവാമി, ആ മഴയത്തുള്ള കാറ്റിൽ ഗീലെ ഖേത്തവും, നനഞ്ഞ വയലുകളും, അവർ ബാരിഷ്കി ഹരിയാലിക്ക് എന്താ, വയലുകളിലൊക്കെ മഴയത്ത് മണ്ണിനൊരു സുഗന്ധം ഉണ്ടല്ലോ, ആ പച്ചപ്പിന്റെ ആ സുഗന്ധം എന്താ, ഗുലി ഹീത്തി, അവിടെ മാകെ ഇങ്ങനെ നിറഞ്ഞിങ്ങനെ തങ്ങി നിന്നാണ്. അപ്പൊ ഇതാണ് നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗം. ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്, നിങ്ങൾ കാര്യങ്ങളൊന്നും മനസ്സിലായി കാണത്തില്ല, അവിടുത്തെ ആ അന്തരീക്ഷത്തെക്കുറിച്ച് മാത്രമേ ഇവിടുന്ന് പറഞ്ഞിട്ടുള്ളൂ, ബാക്കി നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോഴേ മനസ്സിലാക്കും. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിക്കണേ, ഞാൻ ഒന്നും കൂടി പറയാം. ബാദൽ ബഹത്ത് ബറസ്ലിയേത്തെ, മഴ വളരെയധികം പെയ്തിരുന്നു. ഫിർഫി ബഹു സാരാ പാനി ഉന്മേം ബച്ചാ ഹുവാ ഥാ, എന്നിട്ടും കുറച്ച് വെള്ളം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. ആ അവശേഷിച്ച ജലം എവിടേക്കൊക്കെ പോയെന്നാ പറയുന്നത്, വേഖ്യത്വം, ആ ജലം വയലുകളിലും, ജംഗലോങ്കെ ഊപ്പർ, കാടുകളുടെ മുകളിൽ, അതായത് വൃക്ഷങ്ങളുടെ ഇലകളിലെല്ലാം ഛായയെ വ്യാപിച്ചു. സാര ആകാശ് മേഘം സെ പരാധ, ആകാശം മുഴുവനും മേഘാവൃതമായിരുന്നു. മേഘോങ്കി ഛായ ഉമേം, മേഘത്തിന്റെ ആ തണലിൽ, ഗീലി ഹവായും, നനഞ്ഞ തണുത്ത കാറ്റ്, ഇധർ ഉധർ ഗുണ്ടി വീശി, അവിടെ മാകെ ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. പേടോങ്കെ തനിയ ഫീഫി ഗീലേഥേ, വൃക്ഷങ്ങളുടെ ഇല, ആ തടി, വൃക്ഷങ്ങളുടെ തടികള് എന്ത് ചെയ്തിരുന്നു, ഇപ്പോഴും നനഞ്ഞിരുന്നു. കേത്തമേൻ ചോട്ട ചോട്ട ബജറ ഉഗാഥ, പിന്നെ അവിടെ ഉള്ള വയലേലകളിൽ എന്താ സംഭവിച്ചിരുന്നത്, ബജറ ഉഗാഥ, ബജറ എന്ന് പറയുന്ന ആ ചെടി കൃഷി ചെയ്ത് ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടായിരുന്നു. ബജറയ്ക്ക് ലംബേപ്പത്തിലെ പാത്തു, ബജറയുടെ നീളമുള്ളതും മെലിഞ്ഞതുമായ ഇലകളില് പാനിക്ക് ബൂന്തേൻ, അതായത് കനം കുറഞ്ഞ ഇലകളിൽ വെള്ളത്തുള്ളികൾ അടക്കി ഹീത്തി ഇങ്ങനെ ആ അറ്റത്തിങ്ങനെ തൂങ്ങിക്കിടന്നു. ബാരിഷ്കി ഹവാമി, മഴ പെയ്യുമ്പോഴുള്ള കാറ്റിൽ, ഗീലെ കേത്തോമി, നനഞ്ഞ വയലില്, അവർ ബാരിഷ്കി ഹരിയാലിക്ക് ഗന്ധ്, മഴയത്തുള്ള പച്ചപ്പിന്റെ സുഗന്ധം, ഗുലിഹീതി, മണ്ണിന് മഴ പെയ്യുമ്പോഴും മണ്ണിനൊരു സുഗന്ധം ഉണ്ടെന്നത് കർഷകർക്കാണ് പ്രത്യേകിച്ച് പെട്ടെന്ന് മനസ്സിലാകുന്നത്. അപ്പൊ ആ ഗന്ധം അവിടെ മാകെ ഇങ്ങനെ തങ്ങി നിന്നു. മനസ്സിലായ, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടോ ഭംഗിയായിട്ട് വായിച്ചോളണേ ഇപ്പാടെ. നെക്സ്റ്റ് പാരഗ്രാഫ് देखो, ഉन्हें ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താ ഥാ, നമ്മളിവിടെ പറയുന്നത് ബീർ ബഹൂട്ടി എന്ന് പറഞ്ഞാൽ മണ്ണിൽ കാണപ്പെടുന്ന ഒരു ചുവന്ന പ്രാണിയുടെ പേരാണ്. അപ്പൊ ആ പ്രാണിയെ അന്വേഷിച്ചുകൊണ്ട് രണ്ട് കൊച്ചു കുട്ടികള് വീട്ടിൽ നിന്ന് സ്കൂളിൽ പോകാൻ ഇറങ്ങുന്നു. സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ ഈ പ്രാണികളെ അന്വേഷിക്കുന്ന ആ ഒരു സിറ്റുവേഷനും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള സ്കൂളിൽ നടക്കുന്ന സംഭവങ്ങളും ഒക്കെയാണ് കഥാകൃത്ത് എന്താ ഈ കഥയുടെ രൂപത്തില് ഈ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പാഠത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുടെ, ഒരു ആൺകുട്ടിയുടെയും ഒരു പെൺകുട്ടിയുടെയും കഥയാണ് ഈ പാഠത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ പറയുന്നേ എന്താ, ഉനോയും ബീർ ബഹൂട്ടിയും സെമിൽന ഹൊത്ത, അവർക്ക് ആരെ കാണണമായിരുന്നു, ബീർ ബഹൂട്ടി. അവര് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല, ആ രണ്ട് കുട്ടികളാണ്. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഉനയും ബീർ ബഹൂട്ടിയും സെമിൽന ഹൊത്ത, അവർക്ക് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ഇവിടെ മിൽന എന്ന് പറയുന്ന ക്രിയയാണ്, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. മിൽന എന്ന് പറയുന്ന ക്രിയക്ക് രണ്ട് അർത്ഥങ്ങളാണുള്ളത്, കാണുക, കിട്ടുക എന്ന രണ്ട് അർത്ഥങ്ങളാണുള്ളത്. അതില് കിട്ടുക എന്ന അർത്ഥത്തിൽ ഇതിപ്പോ ഇവിടെ ഏതർത്ഥം നമ്മൾ എടുക്കാൻ പോകുന്നത്, ഏതർത്ഥം എടുക്കും, ഇതില് ഏതർത്ഥം എടുത്താലാണ് ശരിയാകുന്നത്,
അറിയോ? അപ്പൊ അതറിയാം. എങ്ങനെയാണ് മിൽന എന്ന് പറയുമ്പം കിട്ടുക എന്നർത്ഥം വരണമെങ്കിൽ ആ മിൽന എന്ന് പറയുന്ന ക്രിയയുടെ മുന്നിൽ സേ എന്ന് പറയുന്ന പ്രത്യയം യൂസ് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ സേ ഉണ്ടല്ലോ. അപ്പൊ കാണുക എന്നർത്ഥത്തിലാണ് നമ്മൾ മിൽനായ്ക്ക് അർത്ഥം എടുക്കേണ്ടത്. ഇപ്പൊ ഉനേം ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താ ഥാ എന്ന് വെച്ചാൽ എന്താ? അവർക്ക് ആരെ കാണണമായിരുന്നു? ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. ബീർ ബഹൂട്ടി എന്താണെന്നാ പറഞ്ഞത്? ചെറിയ കീടങ്ങളാണ്, പ്രാണികളാണ്. അപ്പം സോ വേ സ്കൂൾ കേലിയെ ഘർ സെ കുച്ച് സമയ പഹലെ നികളാത്തെ थे. സോ അതുകൊണ്ട് വേ അവർ ആ 2 കുട്ടികള് സ്കൂൾ കേലിയെ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഘർ സെ വീട്ടിൽ നിന്നും കുച്ച് സമയ പഹലെ നികളാത്തെ थे കുറച്ച് സമയം നേരത്തെ ഇറങ്ങിയിരുന്നു, പുറപ്പെട്ടിരുന്നു. അപ്പൊ സ്കൂളിൽ ബെല്ലടിക്കുന്നതിന്, സ്കൂളിൽ കയറേണ്ടതിന് കുറച്ച് സമയം മുമ്പ് തന്നെ ഈ പിള്ളേർ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്തിനു വേണ്ടിയിട്ടാ? ബീർ ബഹൂട്ടിയെ വഴിയിൽ വെച്ച് ആരെ കാണണം? ബീർ ബഹൂട്ടിയെ കാണണം. അതിനുവേണ്ടി ഇറങ്ങി. കസ്ബേ സെ സഡൈൻ ഖേത്തോമേം ആ പട്ടണത്തിനോട് ചേർന്നുള്ള വയലുകളില് ബീർ ബഹൂട്ടിയും കോജ കർത്തേഥേ അവരെന്തിനെ അന്വേഷിച്ചു? ഈ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പ്രാണികളെ അന്വേഷിച്ചു. സുർക്ക് മുലായം, ആ ബീർ ബഹൂട്ടിയുടെ പ്രത്യേകതയാണ് സുർക്ക് മുലായം, വളരെ മൃദുലമായ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗദ്ബദി ബീർ ബഹൂട്ടിയം. നമ്മൾ കണ്ടാൽ ഇഷ്ടപ്പെട്ടു പോകുന്ന, കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല മൃദുലമായ നല്ല പതുങ്ങിയ കുഞ്ഞു ബീർ ബഹൂട്ടികളെയാണ് അവർ കണ്ടത്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, അതായത് അതിനെ കണ്ടപ്പോഴേ നമ്മുടെ കഥാകൃത്തിന് തോന്നുന്നത് ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ഖൂൻ കി പ്യാരി പ്യാരി ബൂന്തേ, അതായത് ബ്ലഡിന്റെ കൊച്ച് ചെറിയ തുള്ളികളായിട്ടാണ്. ഖൂൻ എന്ന് വെച്ചാൽ ബ്ലഡാണ് കേട്ടോ. അപ്പോൾ ആ ബ്ലഡിന്റെ പ്യാരി പ്യാരി ബൂന്തേ, നല്ല കുഞ്ഞു തുള്ളികള് ഇങ്ങനെ എന്താ ഈ തറയിലൂടെ ഇങ്ങനെ ഇഴഞ്ഞു നടക്കുന്നതായിട്ടാണ്. അതായത് ബീർ ബഹൂട്ടിയുടെ കളർ ചുവപ്പാണ്, റെഡാണ് കേട്ടോ. അപ്പോഴാ കളറിനെ എന്തിനോടാ ഉപമിച്ചിരിക്കുന്നത്? രക്തത്തുള്ളികളോടാണ്. അപ്പോഴങ്ങനെയായിട്ടാണ് ലേഖകന് തോന്നിയത്. ഉൻകെ ബസ്തെ ഉൻകി പീട്ട് പർ ലേതേ ഹോത്തേ थे. പിന്നെ അവരുടെ സ്കൂൾ ബാഗുണ്ട്, അതവരുടെ തോളിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ തോളിലൂടെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. അതുപോലെ കന്തോമ്പർ ടങ്കേ ഹുയേ थे, അത് എന്താ തൂക്കിയിട്ടിരിക്കുന്ന തോളിലൂടെയാണ് താഴോട്ട് തൂങ്ങിക്കിടക്കുന്നു. വേക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക്ക് രക്ഷം, അങ്ങനെ അവർ 2 പേരും പരസ്പരം അടുത്ത് നിന്നിട്ട്, നസ്ദീക്ക് സമീപം അടുത്തെന്നാണ്, അടുത്ത് നിന്നിട്ട് ബൽക്കി കഹന ചാഹിക്ക് അവരുടെ അടുത്ത് നിന്നായ കുട്ടികളിങ്ങനെ അടുത്ത് നിന്നപ്പോഴും നമുക്ക് പറയാൻ സാധിക്കുന്നത് ബിൽക്കുൽ സടക്കർ തികച്ചും ചേർന്ന് നിന്നുകൊണ്ട് ബീർ ബഹൂട്ടിയെ കോജിത്തേ थे. അവരെന്തിനെ അന്വേഷിക്കുന്നു? ആ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പ്രാണികളെ ആ മണ്ണിൽ അവർ അന്വേഷിക്കുകയാണ്. എവിടേക്ക് പോകാൻ വേണ്ടി ഇറങ്ങി തിരിച്ചത്? സ്കൂളിൽ പോകാനാണ് കേട്ടോ. അങ്ങനെ ഉനെ ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ദ് ഫരി പൂരി ജമീൻ പർ ബൈഠലായ കർത്തേ थे. അപ്പൊ അങ്ങനെ ഉനേം ദേഖ്നെ കെ ലിയെ അവയെ കാണുന്നതിന് വേണ്ടി, ആരെ കാണുന്നതിന് വേണ്ടിയാ? ആ ബീർ ബഹൂട്ടികളെ കാണുന്നതിന് വേണ്ടി വേ ബാരിഷ് കി ഗന്ദ് ഭരി, അവരാ മഴയുടെ സുഗന്ധം നിറഞ്ഞ ഭൂരി ജമീൻ പർ ആ ഭൂമിയില് ബൈട്ട് ജായ കർത്തേ थे, പൂർണ്ണമായിട്ടും തറയിലങ്ങിരുന്നു. സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് ബാഗും ഒക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് നന്നായിട്ട് ഒരുക്കി വിട്ട കുട്ടികളാണ്. അപ്പോൾ അവര് വീട്ടിലെ രക്ഷകർത്താക്കൾ അറിയുന്ന ഇവിടെ വന്നിരിക്കുന്ന കാര്യം ഇല്ലല്ലോ. നമ്മളും അങ്ങനെ പോകുമ്പോഴങ്ങനെയാണില്ലയോ, എവിടെയൊക്കെ പോകുന്നവരറിയുന്നില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അവര് എന്താ ഈ ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചുകൊണ്ട് ആ ബാഗ് തോളിലൊക്കെ തൂക്കിയിട്ടിട്ട് തറയിൽ ഇങ്ങനെ 2 പേരും അടുത്തടുത്ത് ഇങ്ങനെ ഇരുന്ന് എന്തിനെ അന്വേഷിക്കുന്നു? ബീർ ബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അപ്പോൾ 2 കുഞ്ഞു മക്കളാണ്. അപ്പോൾ ആ കുട്ടികളാണ് സ്കൂളിലേക്കുള്ള വഴിയിൽ, സ്കൂളിൽ പോകുന്ന വഴിയിൽ എന്തിനെ അന്വേഷിക്കുന്നത്? ബീർ ബഹൂട്ടി എന്ന് പറയുന്ന പ്രാണികളെ നനഞ്ഞ മണ്ണിൽ അന്വേഷിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ഒന്നുകൂടെ ആ പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിച്ച കുഞ്ഞുങ്ങളെ. ഉനേം ബീർ ബഹൂട്ടിയം സെ മിൽന ഹോത്താ ഥാ, അവർക്ക് ആരെ കാണണമായിരുന്നു? ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു. കേ ഹെ ബീർ ബഹൂട്ടി? എന്ത് ബീർ ബഹൂട്ടി? അതായത് മണ്ണിൽ കാണപ്പെടുന്ന ഒരിനം ചെറിയ പ്രാണികളല്ലേ, അപ്പൊ അവയെ കാണണം. സോ വേ സ്കൂൾ കെ ലിയെ ഘർ സേ കുച്ച് സമയ പഹലെ നികളാത്തേ थे. അതുകൊണ്ട് തന്നെ അവര് എന്താ സ്കൂളിൽ പോകുന്നതിന് വേണ്ടി വീട്ടിൽ നിന്നും കുറച്ച് നേരത്തെ ഇറങ്ങി. കസ്ബേ സെ സഡൈൻ കേത്തോമേം ആ പട്ടണത്തോട് ചേർന്നുള്ള വയലുകളിലെ ബീർ ബഹൂട്ടിയാം കോജ കർത്തേ थे. അവരെന്തിനെ അന്വേഷിച്ചിരുന്നു? ബീർ ബഹൂട്ടികളെ അന്വേഷിച്ചിരുന്നു. സുർക്ക് മുലായം ഗദ്ബദി ബീർ ബഹൂട്ടിയം. ബീർ ബഹൂട്ടിയുടെ പ്രത്യേകത എന്താണ്? വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അല്ലേ. അപ്പം ആരും കണ്ടാൽ ഇഷ്ടപ്പെടുന്ന നല്ല ചുമപ്പ് കളറിലെ ആ
മൃദുലമായ ബീർബഹൂട്ടികളെ, ആ ബീർബഹൂട്ടികളെയാണ് ഈ കുട്ടികൾ അന്വേഷിക്കുന്നത്. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൻകി പ്യാരി പ്യാരി ബൂന്തി, ഭൂമിയിലൂടെ ഇഴഞ്ഞു നടക്കുന്ന അല്ലെങ്കിൽ സഞ്ചരിക്കുന്ന ആരും ഇഷ്ടപ്പെട്ടു പോകുന്ന രക്തത്തുള്ളികൾ. ആ ചുവപ്പ് കളർ വെറും ചെറുതല്ലേ, അപ്പൊ ആ ചുവപ്പ് കളറിനെ രക്തത്തിന്റെ തുള്ളികളായിട്ടാണ് ലേഖൻ കാണുന്നത് കേട്ടോ. അപ്പൊ ഉൻകെ ബസ്ത ഉൻകെ പീട്ട് പർ ലതേ ഹുയേ ഥി, അവിടെ ബാഗ് അവിടെ പുറത്തേക്ക് ഇട്ടിരിക്കുന്നു. കന്തോം പർ ടംഗേ ഹുയേ ഥി, അത് തോളിലൂടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വേ ഏക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹിക്ക, അവർ പരസ്പരം അടുത്ത് നിന്നുകൊണ്ട് ബൽക്കി കഹന ചാഹിക്ക, അവരുടെ അടുത്ത് നിൽക്കുന്നതിനെ നമ്മളിപ്പോൾ എങ്ങനെ പറയേണ്ടി വരുമെന്നാ പറയുന്നത്, എങ്ങനെ പറയണം, ബിൽക്കുൽ സടക്ക് കർ, തികച്ചും ചേർന്ന് നിന്നുകൊണ്ട് ബീർബഹൂട്ടിയെ പോജിത്തീർത്തു. ഇവരാരെ അന്വേഷിക്കുന്നു? ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നു. ഉന്നം ദേഖ്നെ കെ ലിയെ വേ ബാരിഷ് കി ഗന്ദ് ഫരി ഫൂരി ജമീൻ പർ ബൈഠ് ജായ കർതേ ഥേ. അപ്പൊ അവയെ കാണുന്നതിന് വേണ്ടി, ആരെ കാണുന്നതിന് വേണ്ടി? ഈ ബീർബഹൂട്ടികളെ കാണുന്നതിന് വേണ്ടി ഈ മഴ പെയ്ത് സുഗന്ധം പരന്നു കിടക്കുന്ന ആ ഭൂമിയില് ബൈറ്റ് ജായ കർത്തേത്ത്, അവർ പൂർണ്ണമായിട്ടും അവർ ഇരുന്നു കൊണ്ടാണ് എന്തിനെ അന്വേഷിക്കുന്നത്? ബീർബഹൂട്ടികളെ അന്വേഷിക്കുന്നത്. അപ്പൊ ഈ 2 പാരഗ്രാഫ് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ വല്ലതും ഉണ്ടോ? ഇതൊരു കഥയാണ്. ബീർബഹൂട്ടി എന്നാണ് കഥയുടെ പേര്. എഴുതിയത് പ്രഭാത് എന്ന് പറയുന്ന കഹാനികാരാണ്. അദ്ദേഹം കവിയാണ് അല്ലേ. ജനിച്ചത് രാജസ്ഥാനിലെ കരോലി എന്ന് പറയുന്ന ജില്ലയില് 1972 ഇതെല്ലാം കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഒരു സംഭവത്തെക്കുറിച്ചാണ് കവി എന്താണ് ഈ കഥയില് പ്രതിപാദിക്കുന്നത്. ബാക്കി നോക്കിയാൽ അപ്പൊ ഇവർ രണ്ടുപേരും ഇരുന്നിങ്ങനെ ബീർബഹൂട്ടികളെ അന്വേഷിക്കുകയല്ലേ. ബേല, അപ്പൊ ഈ ഇരിക്കുന്ന 2 കുട്ടികളില് ആ പെൺകുട്ടിയുടെ പേരാണ് ബേല. അപ്പം ആൺകുട്ടിയുടെ പേര് സാഹിൽ എന്നാണ് കേട്ടോ, സാഹിൽ. അപ്പൊ ഈ സാഹിലാണ് ആദ്യമായിട്ട് ഇവിടെ സംസാരിക്കുന്നത്. സാഹിൽ പറയണം, ബേല ദേഖോ ഇസ് ബീർബഹൂട്ടി കാ രംഗ് തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ. കണ്ട പറയുന്നുണ്ടോ? ബേല ദേഖോ നോക്കേ ഇസ് ബീർബഹൂട്ടി കാ രംഗ്, ഈ ബീർബഹൂട്ടി, ഇഴഞ്ഞ് മണ്ണിലൂടെ ഇഴഞ്ഞു നടക്കുന്ന ബീർബഹൂട്ടികളുടെ നിറം, രംഗ് എന്താണ്? നിറമാണ്, കളറ്. തുമാരെ റിബൺ കെ ജൈസാ ലാൽ ഹേ, എന്താ നിന്റെ റിബണിന്റെ കളറിനെ പോലെ ചുമപ്പ് കളറാണ്. അതായത് ബേലയുടെ തലയിൽ എന്ത് കെട്ടിയിട്ടുണ്ട്? റിബൺ കെട്ടിയിട്ടുണ്ട്. അതായത് മുടിയിൽ റിബൺ വെച്ച് കെട്ടിയിട്ടുണ്ട്. അപ്പോഴാ റിബണിന്റെ കളർ പോലെ ചുമപ്പ് കളറാണല്ലോ ഇത്. സാഹിലിനെ കഹ, ആര് പറഞ്ഞു? സാഹിൽ. അപ്പൊ ഈ കഥയിൽ ആദ്യമായിട്ട് സംസാരിക്കുന്നത് സാഹിലാണ് കേട്ടോ. അപ്പൊ തുമ്നെ കുച്ച് സുന ബേല, അപ്പോഴേ നിന്റെ റിബണിന്റെ കളർ പോലെ ചുമപ്പാണെന്ന് സാഹിൽ പറഞ്ഞപ്പോഴേ അതിന് ആൻസർ ഒന്നും പറയാതെ ബേല എന്ത് ചെയ്തു? തിരിച്ചൊരു കാര്യം ചോദിച്ചു. തുമ്നെ കുച്ച് സുന ബേല, എന്താണ് നീ എന്തെങ്കിലും കേട്ടോ ബേല എന്ന്, അതും കൂടിയാണ് എന്താ സാഹിൽ ചോദിച്ചത്. തലയിൽ കെട്ടിയിരിക്കുന്ന റിബന്റെ കളർ പോലെ ചുമപ്പുമാണ് എന്ന് പറഞ്ഞിട്ട് ചോദിച്ചു, തുമ്നെ കുച്ച് സുന ബേല, ബേല നീ എന്തെങ്കിലും കേട്ടോ? എന്തോ ഒരു സൗണ്ട് കേട്ടവർ. അപ്പം ബേല പറഞ്ഞു, ഹാം സുന, അതെ കേട്ടു. പഹലി ഘണ്ടി ലഗ് ഗയി ഹേ, ഇതേ ഫസ്റ്റ് ബെല്ല് സ്കൂളിൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തിലാണ് അവരിയ്ക്കുന്നത് കേട്ടോ. അപ്പം എന്താ, ഫസ്റ്റ് ബെല്ല് മുഴങ്ങിയിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സിൽ കയറാനുള്ള, എല്ലാവരും സ്കൂളിൽ എത്താനുള്ള ബെല്ലാണ്. അപ്പം എല്ലാവരും ക്ലാസ്സിലേക്ക് കയറണം അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്താണ്, ആ ബെല്ലടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സ്കൂളിൽ പോകണ്ടേ. അപ്പം പോകണ്ടേ എന്നാണ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. അപ്പൊ പറയുന്നു, ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ഫി ഫർവാനി ഹേ ദൂക്കാൻ സെ. പക്ഷെ ബേല പറഞ്ഞേ, എനിക്കൊരു കാര്യം കൂടി ചെയ്യണം. അതായത് എൻ്റെ പേനയിൽ മഷിയില്ല. സ്യാഹി എന്താണ്? മഷിയാണ്. അപ്പോഴാ കടയിൽ നിന്നും എൻ്റെ പേനയിൽ മഷി നിറയ്ക്കണം. പണ്ടൊക്കെ മഷിപ്പേനയായിരുന്നു. അതായത് മഷി നിറയ്ക്കുന്ന പേന നമ്മൾ 25 പൈസ 50 പൈസയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ പേനയ്ക്കുള്ളിൽ മഷി നിറച്ച് തരുമായിരുന്നു. ഇന്നിപ്പോൾ റീഫില്ലല്ലേ, നമ്മൾ എഴുതി കഴിഞ്ഞാൽ എടുത്ത് കളയത്തില്ലേ. അപ്പോൾ അതല്ല, മഷി നിറയ്ക്കുന്ന പേനയായിരുന്നു. അപ്പോൾ എന്താ, എനിക്ക് കടയിൽ നിന്നും മഷി നിറച്ചിട്ടേ ഇനി ക്ലാസ്സിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് പോകണം എന്നുള്ള. അപ്പോൾ ഈ ഫസ്റ്റ് പോർഷനിൽ നമ്മൾ കണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. ഏതാണ്? ബേല ഒരു സാഹിൽ 2 കുട്ടികളാണ് സ്കൂളിൽ പോകുന്നതിന് വേണ്ടി ഒരു ദിവസം നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ അവരുടെ പ്ലാൻ എന്ന് പറയുന്നത് എന്താണ്, പോകുന്ന വഴിയിൽ
വഴിയരികിൽ എന്തുണ്ട്, ബീർബക്കൂട്ടി എന്ന് പറയുന്ന ചെറിയ പ്രാണികളുണ്ട്. അതിൻ്റെ കളർ ചുവപ്പാണ്. അപ്പോൾ ആ പ്രാണികളെ കാണുന്നതിന് വേണ്ടിയാണ് ഈ കുട്ടികൾ എന്ത് ചെയ്തത്, നേരത്തെ സ്കൂളിലേക്ക് പോയത്. അപ്പം ബെല്ലടിക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ഇവിടെ നിന്ന് ബീർബക്കൂട്ടിയൊക്കെ കണ്ട് ചിലപ്പോൾ നോക്കുന്നെങ്കിൽ അതിനെയൊക്കെ ഒന്ന് പിടിച്ച് അല്ലേ അതിൻ്റെ സൗന്ദര്യമൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യാം, സ്കൂളിലേക്ക് പോകാം. അതിനിടയിലാണ് ആരുടെ പേനയിലും മഷിയില്ലാതിരുന്നേ, ഡേലയുടെ പേനയിലും മഷിയില്ലായിരുന്നേ. അപ്പോൾ നമുക്ക് കടയിൽ നിന്നും മഷി നിറച്ചിട്ട് സ്കൂളിൽ പോകാം എന്ന് രണ്ടുപേരും തീരുമാനിക്കുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. മനസ്സിലായിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് ഉന്നീസ്. ഇനി ഇത് ഈ സംഭവം എന്നാണ്, എവിടെയാണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയുന്നത്, പഠിക്കുന്നത്. ഓക്കെ. 1981 का साल 1981 कितना है 1981 1981 സി 80 81 का साल. അപ്പോൾ 81 വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदाफरा फुलेरा जंक्शन. അപ്പോൾ ഈ സംഭവങ്ങൾ അരങ്ങേറുന്നതെന്ന് പറയുന്നത് രാജസ്ഥാൻ സ്റ്റേറ്റിലെ ജയ്പൂർ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തായിട്ട് ഫുലേറ എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിലാണ് സംഭവം. ഓക്കെ. രാജസ്ഥാൻ കെ ജയ്പൂർ കെ നസ്ദീക്, രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപമായിട്ട് സവാരി ഗാഡിയും യാത്രാ വാഹനങ്ങളും और മാൾ ഗാഡിയും സി, ചരക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ കൊണ്ടും സദാഭര എല്ലാ സമയത്തും നിറഞ്ഞു നിൽക്കുന്ന ഫുലേര ജംഗ്ഷൻ. ഏത് ജംഗ്ഷനാണ്? ഫുലേര എന്നു പേരുള്ള ജംഗ്ഷൻ. ഫുലേര ജംഗ്ഷന്റെ പ്രത്യേകത എന്താണെന്ന് ലേഖനോട് പറഞ്ഞിരിക്കുന്നത്? എന്താ? സവാരി ഗാഡിയും ഓർ മാൾ ഗാഡിയും സേ സദാഫര ഫുലേര ജംഗ്ഷൻ അല്ലേ. യാത്രാവാഹനങ്ങൾ കൊണ്ടും ചരക്ക് വാഹനങ്ങൾ കൊണ്ടും എല്ലായ്പ്പോഴും എന്താ നിബിഡമായിട്ടുള്ള എപ്പോഴും തിരക്കേറിയ ഒരു സ്ഥലമാണ്, ഒരു ജംഗ്ഷനാണ് ഇതെന്ന് പറയുന്നത് ഫുലേര ജംഗ്ഷൻ. അപ്പം 1981 വർഷത്തിലെ ഒരു ദിവസത്തിലെ സംഭവമാണ്. എന്താ? राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और माल गाड़ियों से सदाफरा फुलेरा जंक्शन कस्बे की लगभग सूनी तंग गलियां. ഇനി ആ പട്ടണത്തിൻ്റെ ലഗ്ഭഗ് മിക്കവാറും സ്ഥലങ്ങളും സൂനി തങ്ക് ഗലിയ, എന്താ ഗലിയ? തെരുവുകളാണ്. ആ പ്രദേശങ്ങളൊക്കെ എന്താണ്? ശൂന്യമാണ്. സൂനി ശൂന്യം. ഗലിയോമേ ഖാമോഷ് കടെ ബിജലി കെ ഖംഭേ. ആ തെരുവിൽ വെറുതെ ഇങ്ങനെ നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട് അല്ലേ. ആ പോസ്റ്റുകൾ കുറച്ച് നിരനിരയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. കംഫോങ്കെ ബീച്ച് കിഞ്ചി താരോങ്കി കതാരി. എന്നിട്ട് ആ പോസ്റ്റിന് ഇടയിലൂടെ വലിച്ച് കെട്ടിയിരിക്കുന്ന എന്താണ്? ലൈൻ കമ്പികളുണ്ട്. കിഞ്ചി താരോങ്കി കതാരൻ. താര എന്താണ്? നിരയാണ്. താരോങ്കി കതാരം എന്ന് വെച്ചാൽ എന്താ? വയല് കമ്പികളുടെ നിര, കതാർ നിരകളാണ്. इन गलियों में जहां तहां दिखाई पड़ते मीठी घाटिया बजाते फेरी वाली. അപ്പൊ നോക്കെ ഈ തെരുവിലൂടെ ജഹാം തഹാം ദിക്കായി പട്ടേഹി, നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. മീട്ടി ഘടിയ ബജാത്തെ ഫേരിവാരി, മധുരമായ ശബ്ദത്തിൽ അവർ വിൽക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന സാധനങ്ങളുടെ പേര് വിളിച്ചു പറയുന്ന ഫേരിവാല. ഫേരിവാല എന്ന് വെച്ചാൽ എന്താ മക്കളെ? സാധനങ്ങൾ വിൽക്കുന്ന ആളാണ് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള സഞ്ചാരികളെയൊക്കെ നമുക്ക് കാണാം. ഏക്ക് അന്ധേരി ഗലി में 6-7 ഗദോं की खुराकों की टापों की आवाज. പിന്നെ ഏതാണ്ട് ഒരു അന്ധേരി ഗലിമയും ആ ഒരു ഇരുട്ട് മൂടിയ ആ അന്ധേരി ഗലിമയും തെരുവില് 6-7 ഗദോं की खुरों की टापों की आवाज, അതായത് 6-7 കഴുതകളുടെ നടക്കുന്ന കുളമ്പടി സൗണ്ട് ഉണ്ട്. അപ്പൊ അതിന്റെ ആ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഉൻകെ പീച്ചെ ചൽത്തായേക്ക് ബദൻ ഉഖാടെ കുംഹാർ. അപ്പൊ ആ കഴുതകളുടെ പിറകെ നടക്കുന്നു എന്താണ്? ഒരു മെലിഞ്ഞ ശരീരമുള്ള ഒരു കുംഹാർ, മൺപാത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു മനുഷ്യൻ ആ കഴുതയുടെ പിറകെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇസി ദൃശ്യക്ക് ബീച്ച് സേ. അപ്പൊ ആ 6-7 കഴുതകളുണ്ട്, പിന്നെ ഒരു കുംഹാർ പിറകെ പോകുന്നുണ്ട്, വൈദ്യുത ലൈനുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ആ ദൃശ്യങ്ങൾക്കിടയിൽ ഇസി ദൃശ്യക്ക് ബീച്ച് സേ, ഈ ദൃശ്യത്തിനിടയിലൂടെ
എന്താ ഗുസർത്തെ ഹുയേ നമ്മൾ കാണുന്ന നമ്മുടെ കഥാപാത്രങ്ങളായ 2 കുട്ടികൾ ആരാ ദോ സ്കൂളിൽ വെച്ച് 2 സ്കൂൾ കുട്ടികളാണ് ബേല ഔർ സാഹിൽ. ആരൊക്കെയാണത്? ബേലയും സഹിലും. നമ്മൾ അവരുടെ കഥയാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോഴേ സഹിൽ ഉൻ ദിനവും പെൻമേം 5 പൈസമേ നീലി സ്യാഹി ഭരി ജാതി थी. ഇപ്പോൾ ഈ കാലഘട്ടത്തില് ഏതാണ്ട് 5 പൈസയ്ക്ക് പേനയിൽ മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. നമ്മൾ പൈസ കൊണ്ട് കൊടുക്കുമ്പോൾ പേനയിൽ മഷി നിറച്ച് കൊടുക്കുമായിരുന്നു. ഇപ്പോഴേ സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻമേ സ്യാഹി ഭർത്തേ ഥേ. അങ്ങനെ കടയിൽ ചെല്ലുമ്പോൾ കടക്കാരൻ എന്താ ഡ്രോപ്പർ കൊണ്ട് മഷി മുക്കി എന്ത് ചെയ്യും, ഈ കുട്ടികളുടെ നിന്ന് പേനകൾ നിറച്ച് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് ബെല്ലടിച്ചപ്പോൾ ബേലയും സഹിലും പറഞ്ഞില്ലേ ബെല്ലടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ പേനയിൽ മഷി നിറയ്ക്കണം, അപ്പോൾ കടയിൽ കയറണമെന്ന് പറഞ്ഞില്ലേ. അങ്ങനെ ബെല്ലടിച്ച് കേട്ടുകൊണ്ട് ഈ പിള്ളേർ ധൃതിയിൽ എവിടേക്ക് പോകുന്നു? കടയിലേക്ക് പോകുന്നു. അങ്ങനെ മഷി നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക, പിന്നീട് ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ് അടുത്ത ആഴ്ചയിലോ മറ്റോ ഇവിടെ പറയും, അപ്പോൾ തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളണം കേട്ടോ. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്ത് വെച്ച് അറിയിക്കണേ. ശരി.